എല്ലാവർക്കും ഹൊറൈസൺ PSC ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കൊച്ചി എയർപോർട്ടിലെ ഒഴിവുകളാണ്. റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ, ഹാൻഡിമാൻ ഓർ ഹാൻഡി വിമൻ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തേത് റാം സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണ്. 3 ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഒക്ടോബർ 5 രാവിലെ 9 മുതൽ 12 മണി വരെയാണ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ടൈം. അടുത്തത് യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറുടെ 4 ഒഴിവുണ്ട്. ഒക്ടോബർ 5 രാവിലെ 9 മുതൽ 12 വരെയാണ് ട്രേഡ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ടൈം. അടുത്തത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വിമൻ്റെ 201 ഒഴിവുകളാണ്. ഒക്ടോബർ 7 രാവിലെ 9 മുതൽ 12 വരെയാണ് ഇൻ്റർവ്യൂ ടൈം. ഇതിൻ്റെ എല്ലാം ഇൻ്റർവ്യൂ വെന്യൂ എന്ന് പറയുന്നത് വേങ്ങൂർ ശ്രീ ജഗന്നാഥ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇതെല്ലാം 3 വർഷ കരാർ നിയമനമാണ്. എന്നാൽ പെർഫോമൻസ് അനുസരിച്ച് നിയമനം നീട്ടിക്കിട്ടാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ യോഗ്യത നോക്കാം. ഒന്നാമത്തേത് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണ്. മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ വിഷയങ്ങളിലുള്ള 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ഒരു വിഷയമായി പഠിച്ച SSCയും ഒപ്പം ITIയും മോട്ടോർ വെഹിക്കിൾ ഓർ ഓട്ടോ ഇലക്ട്രിക്കൽ ഓർ എയർ കണ്ടീഷനിങ് ഓർ ഡീസൽ മെക്കാനിക് ഓർ ബെഞ്ച് ഫിറ്റർ ഓർ വെൽഡർ എന്നിവയിൽ NCTV സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇതിൽ വെൽഡർ NCTV സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇഷ്യൂ ചെയ്തതായിരിക്കണം. ഒപ്പം 1 വർഷ പ്രവൃത്തി പരിചയവും വേണം. ഈ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ ട്രേഡ് ടെസ്റ്റിന് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കയ്യിൽ കരുതേണ്ടതാണ്. ഇനി ഇതിൻ്റെ ശമ്പളം 24,960 രൂപ. പ്രായപരിധി 28 കവിയരുത്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ്. ഇനി റാം സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് നോക്കിയാൽ പ്രധാനമായിട്ടും ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെൻസിൻ്റെ പ്രവർത്തനവും പരിപാലനവുമാണ്. അതോടൊപ്പം തന്നെ യാത്രക്കാരുടെ സുരക്ഷയും വിമാന സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് ഇവരുടെ ജോലി. അപേക്ഷകർക്ക് HMV ലൈസൻസ് നിർബന്ധമാണ്. വിജയകരമായിട്ട് RTO ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കിയവർക്കും ഇത് അപേക്ഷിക്കാനാകും. റൊട്ടേഷൻ ബേസിസിൽ സ്ത്രീകൾക്കുൾപ്പെടെ എല്ലാവർക്കും രാത്രി ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. 3 ഷിഫ്റ്റുകളാണ് ഉള്ളത്. ആഴ്ചയിൽ 1 അവധി ഉണ്ടായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാഷ്വൽ ലീവ്, സിക്ക് ലീവ്, പ്രിവിലേജ് ലീവ് എന്നിവയ്ക്ക് അർഹത ഉണ്ടാകുന്നതാണ്. അടുത്തത് യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറുടെ ഒഴിവാണ്. ഇതിൻ്റെ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് HMV ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ട്രേഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ലൈസൻസ് കയ്യിൽ കരുതേണ്ടതാണ്. ശമ്പളം 21,270 രൂപയാണ്. പ്രായപരിധി 28 കവിയരുത്. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭ്യമാണ്. ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ പരിശീലനത്തിന് ശേഷം ഹെവി വാഹനങ്ങളായ പ്രധാനമായും ട്രാക്ടർ, ബസ്, ഗ്രൗണ്ട് സർവീസ് എക്യുപ്മെൻറ്റ്സ് എന്നിവ ഓടിക്കുക. കൂടാതെ എക്യുപ്മെൻറ്റ്സിൻ്റെ പരിപാലനവും യാത്രക്കാരുടെ സുരക്ഷ, വിമാന സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് ഇവരുടെ പ്രധാന ജോലി. അപേക്ഷകർക്ക് HMV ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വിജയകരമായി RTO ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കിയവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ സെലക്ഷൻ ടൈമിൽ ഉദ്യോഗാർത്ഥികളുടെ പക്കൽ HMV ലൈസൻസ് ഉണ്ടായിരിക്കണം. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ 3 ഷിഫ്റ്റുകളായാണ് ജോലി ചെയ്യേണ്ടത്. ആഴ്ചയിൽ 1 അവധി ഉണ്ടാകും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാഷ്വൽ ലീവ്, സിക്ക് ലീവ്, പ്രിവിലേജ് ലീവ് എന്നിവ ലഭ്യമാണ്. അടുത്തത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വിമൻ്റെ തസ്തികയാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പ്രാദേശിക ഭാഷയും ഹിന്ദി ഭാഷയിലും പരിജ്ഞാനം അഭികാമ്യമാണ്. ശമ്പളം 18,840 രൂപ. പ്രായപരിധി 28 കവിയരുത്. ഇനി ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ നോക്കിയാൽ വിമാനത്തിൽ നിന്നും ബാഗേജ് ഓർ കാർഗോ ലോഡിങ്, അതോടൊപ്പം തന്നെ വീൽ ചെയർ പാസഞ്ചേഴ്സും മറ്റ് യാത്രക്കാരെയും അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ജോലി. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ 3 ഷിഫ്റ്റുകളായാണ് ജോലി ചെയ്യേണ്ടത്. ആഴ്ചയിൽ 1 ദിവസം അവധി ഉണ്ടാകുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാഷ്വൽ ലീവ്, സിക്ക് ലീവ്, പ്രിവിലേജ് ലീവ് എന്നിവ ലഭ്യമാണ്.
ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവിന് ട്രേഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ട്രേഡ് ടെസ്റ്റിൽ പാസ്സാവുന്നവർക്കായിരിക്കും ഇൻ്റർവ്യൂവിൽ അവസരം ലഭിക്കുന്നത്. ട്രേഡ് ടെസ്റ്റിൽ ട്രേഡ് നോളജ് ടെസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ HMV ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിൽ പാസ്സാകുന്നവർക്കായിരിക്കും ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെലക്ഷൻ നടപടിക്രമം അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും നടത്തപ്പെടും. അടുത്തത് യൂട്ടിലിറ്റി ഏജന്റ് കം ഡ്രൈവർ ആണ്. ഇതിനും ട്രേഡ് ടെസ്റ്റും ഇൻ്റർവ്യൂ ആണുള്ളത്. ട്രേഡ് ടെസ്റ്റിൽ ട്രേഡ് നോളജും അതോടൊപ്പം തന്നെ HMV ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിൽ പാസ്സാവുന്നവർ ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ പറ്റും. സെലക്ഷൻ നടപടിക്രമം അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളാവും ഇതിൻ്റെ നടത്തുക. അടുത്തത് ഹാൻഡിമാൻ ആൻഡ് ഹാൻഡിമാൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമാണ് ഇതിനുള്ളത്. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓട്ടം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഉണ്ടായിരിക്കും. എൻഡുറൻസ് ടെസ്റ്റിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ അഭിമുഖത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ സെലക്ഷൻ നടപടിക്രമം അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളായിരിക്കും നടക്കുക. ഇനി ഇതിന് 500 രൂപ ഫീസുണ്ട്. DD ഇൻ ഫേവർ ഓഫ് മുംബൈ AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിനാണ് DD എടുത്തു വയ്ക്കേണ്ടത്. DDയുടെ ബാക്കിലായിട്ട് അപേക്ഷകൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ രേഖപ്പെടുത്തിയിരിക്കണം. SC ST വിമുക്ത ഭടന്മാർക്ക് എന്നിവർക്ക് ഫീസില്ല. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൽ 3 മാസത്തിനുള്ളിൽ എടുത്ത കളർ ഫോട്ടോ ഒട്ടിച്ച് അതിനൊപ്പം 500 രൂപയുടെ DDയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത SSLC സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബിരുദത്തിൻ്റെ ഓരോ വർഷത്തെയും മാർക്ക് ഷീറ്റുകളും, ഡിപ്ലോമ ഓർ ITI കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, NCTV സർട്ടിഫിക്കറ്റ്, MBA മാർക്ക് ഷീറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റുകളും, പിന്നീട് റിസർവേഷൻ ഉള്ളവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോം നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വിമുക്ത ഭടന്മാരാണെങ്കിൽ അവർ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ പിൻ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, EWS ഉദ്യോഗാർത്ഥികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെയും കോപ്പി, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എന്നിവയും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം ചേർക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ഒറിജിനലും കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതത് ദിവസം ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും ഹാജരാകുക.